നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇവരുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെയേറെ അത്രയധികം ഭാഗ്യം വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളും ഐശ്വര്യപൂർണമായ അവസ്ഥകളുമൊക്കെ വന്നു ചേരുന്നു. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. പുതിയ ജോലികൾ തുടങ്ങാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തി ജീവിതത്തിൽ പുതിയൊരു നേട്ടത്തിന്റെയും തുടക്കത്തിന്റെയും ഒക്കെ അവസ്ഥകൾ സൃഷ്ടിക്കണം. ചില നക്ഷത്ര ജാതകർക്ക് പ്രത്യേകമായ ഈശ്വരാനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും സമയമാണ് വന്നിരിക്കുന്നത്. വളരെ നാളുകളായി ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ വിഷമതകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് മാനസികമായി തകർന്ന അവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇവർക്ക് ആത്മീയ ഊർജം വന്നു ചേരുന്ന ഒരു സമയമാണ്. ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ, വലിയ ഭാഗ്യമൊക്കെ വന്നു ചേരുന്നു. വലിയ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാരുടെ ജീവിതം കുതിച്ചുയരുന്ന ഒരവസ്ഥകളാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ വളരെ ഉയർന്ന രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു. പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു ഭാഗ്യ സമയത്ത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം സ്ഥിരമായി ചെയ്യണം, വഴിപാടുകളൊക്കെ സമർപ്പിക്കണം, ഈശ്വരീയമായ കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ഒക്കെ ഇവർ ചെയ്യണം. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മനസ്സിന് നല്ലൊരു ആത്മവിശ്വാസവും ശരീര സുഖവും എല്ലാ വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. നല്ല മനസ്സോടുകൂടി പ്രാർത്ഥനകൾ അർപ്പിക്കുക. ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമഘട്ടങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ദാനധർമാദികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ പുതുജീവൻ ലഭിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സ്വന്തം കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് അവരുടെ മാറ്റം വന്നു ചേർന്നിരിക്കുന്നത് വലിയ തോതിലാണ്. അതിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ പൂവണിയുന്നതിനും വലിയ സ്വപ്നങ്ങൾ പോലും നടന്നു കിട്ടുന്നതിനും സാക്ഷാത്കരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പ്രതീക്ഷകൾ വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണും. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരുന്ന സമയമാണ്. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. ആത്മീയമായ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം ഭാഗ്യം കടാക്ഷിക്കുന്ന, എല്ലാവിധത്തിലുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ധനവർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര, പിൻവിളക്ക്, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കുതിച്ചുയരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു. അത്രയധികം ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിത്തുന്നു. നേട്ടങ്ങളുടെ ഒരു കാലം ഇവർക്ക് തുറക്കപ്പെടുന്നു. സർവൈശ്വര്യത്വം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നേട്ടമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്.
ഇവർക്ക് ധാരാളം പണം വന്നു ചേരുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ തിരികെ ലഭിക്കുന്ന വലിയ വലിയ അനുകൂലമായ അവസരങ്ങളും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മകരം നക്ഷത്രക്കാർ ജീവിതത്തിലെ ഒരു സുവർണ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി വന്നു ചേർന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. അത്രയധികം ഭാഗ്യവും സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടുന്നതിനും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞുകൊത്തുന്ന സമയം. ഭാഗ്യത്തിന്മേൽ ഭാഗ്യം തന്നെ വന്നു ചേരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ജോലി, തൊഴിൽ ലബ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയം ഉണ്ടാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നു. മനസ്സിനിഷ്ടപ്പെട്ട ഏറ്റവും ഉയർച്ചകൾ സംഭവിക്കുന്ന സാമ്പത്തിക ലാഭം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ് ലഭിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ഇവർ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുന്നു. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സമയമാണ്. ഭാഗ്യത്തിന്റെ സമയം. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഭാഗ്യം വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് എല്ലാവിധ പ്രാരാബ്ദങ്ങളും മാറുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാവിജയങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിത്തുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് എല്ലാവിധ സങ്കടങ്ങളും ദുഃഖവും മാറുന്നു. രക്ഷപ്പെടുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സൗഭാഗ്യ സമ്പന്നത തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുകയും പണം ധാരാളം വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. മനസ്സമാധാനം വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ശാരീരിക അസ്വസ്ഥതകൾ, അവശതകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു സമയം ശാരീരിക സ്വസ്ഥയ്ക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ചികിത്സാ മാർഗങ്ങളും അതിനുള്ള അനുകൂലമായ അവസ്ഥകളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് പാൽപ്പായസ നിവേദ്യം, തൃക്കൈവെണ്ണ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഭാഗ്യത്തിന്റെ ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേർന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു കത്തുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യം വന്നു ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ ലഭിക്കുന്നു. ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ജീവിത വിജയം നേടുന്നതിനും സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൈവരുന്നതിനും സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ നല്ല തുടക്കം, നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാവിജയം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ, പുതിയ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ്. നല്ല മനസ്സോടുകൂടി ഇവരുടെ ജീവിതത്തിൽ പലവിധ അനുകൂലമായ സാഹചര്യങ്ങളും മംഗളകർമ്മങ്ങളും നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആത്മവിശ്വാസത്തോടുകൂടിയും ആത്മീയ പിൻബലത്തിലും ഈ നക്ഷത്രക്കാർ കുതിച്ചുയർന്ന അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഉയർച്ചയുടെ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നു. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഇതുവരെ അനുഭവിച്ച പലവിധ വിഷമഘട്ടങ്ങളൊക്കെ മാറുന്നു. കടബാധകളൊക്കെ തീർന്ന് സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതിനും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ ഒരു കാലമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്ക് തുറക്കപ്പെടുന്നു. തൊഴിൽ മേഖലയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ പല വഴിയിൽ നിന്നും ഇവർക്ക് വരുമാന വർധനവ് വന്നു ചേർന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.